ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ രാവിലത്തെ പരിപാടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് ഐറ്റം എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുള്ളൂ. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതാണോ ആ ഫേസ് വാഷ്, പിന്നെ കടലമാവ്, ചെറുപയറുപൊടി അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ നോക്കുന്ന ആൾക്കാരിൽ അപ്പോൾ നിങ്ങളുടെ സ്കിൻ കെയർ എന്തൊക്കെ ഐറ്റംസ് ആണോ നിങ്ങൾ സ്കിന്നിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഐറ്റംസൊക്കെ എടുക്കുക. പിന്നെ ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ടവൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫേസ് ടവൽ. അപ്പോൾ ഇത്ര ഐറ്റംസ് എന്തായാലും മസ്റ്റായിട്ട് മറക്കാണ്ട് ഫസ്റ്റ് നിങ്ങൾ എടുത്ത് വെക്കേണ്ട സാധനമാണ്. പിന്നെ അടുത്തത് വന്നിട്ട് മഗ്, ബക്കറ്റ്, പിന്നെ നമ്മുടെ സോപ്പ് പൊടി, സോപ്പ്, ഇത്ര ഐറ്റംസ്. പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യുന്നവർ ഷാമ്പൂ, കണ്ടീഷണർ അത് ഏതാണോ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പം പക്ഷേ ഇതിൽ എനിക്കൊരു സജഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി കാര്യങ്ങളുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും വാങ്ങിയിട്ട് പോവാം. ഇല്ല അങ്ങനെയല്ല, ട്രെയിനൊക്കെ ട്രെയിനിലൊക്കെ തൂക്കി പിടിച്ച് വലിഞ്ഞ് കയറി പോകുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെയായിരുന്നു, ട്രെയിനിലായിരുന്നു. അപ്പം അങ്ങനെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അങ്ങനെ പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ സംഭവം ലിസ്റ്റിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് ഓർക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇത് വന്നിട്ട് ഹോസ്റ്റലിൽ ചെയ്യുന്ന ഏത് ഹോസ്റ്റലാണ് എന്താ അങ്ങനെയൊക്കെ എല്ലാം കണ്ടുപിടിച്ച് റൂമൊക്കെ കണ്ടുപിടിച്ച് സെറ്റായി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വന്നിട്ട് നിങ്ങൾ പാരൻസായിട്ട് പോയിട്ടോ ഇല്ല ഫ്രണ്ട്സായിട്ട് പോയിട്ടോ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ വാങ്ങിയാൽ മതി. അതായത് ഈ മഗ്, ബക്കറ്റ്, പിന്നെ നമ്മുടെ സോപ്പ് പൊടി, അലക്കുന്ന സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് വാങ്ങിയാൽ മതി. വെറുതെ ഇവിടെ നിന്ന് അത്രയും വെയിറ്റ് പിടിച്ചുകൊണ്ട് പോകണ്ടല്ലോ. ആ വെയിറ്റ് എടുക്കുന്ന ടൈമിൽ അത്രയും സ്ഥലം പോകുന്ന സമയത്ത് നമുക്ക് വേറെ എന്താ ഐറ്റംസൊക്കെ വെക്കാം. ഓക്കെ, അത്രയും വെയിറ്റ് പിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 2 നമ്മുടെ സോപ്പ് വെക്കുന്ന എന്തായാലും പറയാം, സോപ്പ് സ്റ്റോറേജ് ചെയ്യുന്ന സംഭവം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോപ്പ് പൊട്ടി അത് വന്നിട്ട് 2 എണ്ണം നിങ്ങൾ വാങ്ങിച്ചോളുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളിക്കുന്ന സോപ്പ് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ അലക്കുന്ന സോപ്പ് എടുത്ത് വെക്കാനുമാണ് കേട്ടോ. പിന്നെ മഗ് ആണെങ്കിലും ഒരു 2 മഗ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ 2 മഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബക്കറ്റ് ആണെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, ഒരു റൂമിൽ 4 ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ബക്കറ്റ് മതി. കാര്യം എല്ലാവരും ഓരോന്ന് വാങ്ങിക്കുമ്പം ഓക്കെ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ബക്കറ്റ് വാങ്ങണം. ഞാൻ 2 ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. കാര്യം പക്ഷെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണെങ്കിലും 2 ബക്കറ്റ് വാങ്ങിക്കുന്നതാണ് ബെറ്റർ. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2 കൂട്ടർക്കും ബക്കറ്റ് വേണ്ടി വരും. നമുക്ക് ഒന്നിൽ തുണി എടുത്ത് വെക്കാനും നമുക്ക് വെള്ളം എടുത്ത് ഊരാനും ഒക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ടൈമിൽ 2 ബക്കറ്റ് എന്തായാലും നമുക്ക് കുറഞ്ഞത് വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചൊക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ കൂട്ടുകൂടി ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഒന്നിച്ച് മേലെ ടെറസിലൊക്കെ പോയിട്ടായിരിക്കും നമുക്ക് വാഷ് ചെയ്യാൻ സ്ഥലം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ബക്കറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആരോടും ചോദിച്ചു കിടക്കേണ്ട ആ ഒരു ഇത് വരത്തില്ല. ഓക്കെ. പിന്നെ വന്നിട്ട് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഹെയർ ഓയിൽ. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ആണോ ഏതാണോ യൂസ് ചെയ്യുന്നത്, അതൊരു കുഞ്ഞു കുപ്പിയിൽ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾ എത്ര ഡ്യൂറേഷനിലാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ ഹോസ്റ്റലിൽ പോയിട്ട് വീട്ടിൽ 1 മാസത്തിന് ഇടയ്ക്ക് വീട്ടിൽ വരുന്നവരുണ്ട്, ഒരാഴ്ചയിൽ ഇടയ്ക്ക് വീട്ടിൽ വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് നമ്മൾ എടുത്തിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ബാത്ത് ടവല്, കുളിക്കാൻ യൂസ് ചെയ്യുന്ന ടവല് അതെടുക്കുക. പിന്നെ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ സാനിറ്ററി പാഡ് കാര്യങ്ങളൊക്കെ അത് അവിടെ ചെന്ന് വാങ്ങിയാൽ മതി. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇപ്പം ചിലപ്പോൾ ഫസ്റ്റിലേ ചെല്ലുന്ന ടൈമിൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒന്ന് യൂസ്ഡ് ആയി വരണം. അപ്പോൾ ആ ഒരു ടൈമിലേക്കുള്ളൊരു ടൈം എടുക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ആദ്യമായിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു വലിയൊരു ഇത് വാങ്ങി കയ്യിൽ വെക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുത് വാങ്ങി കയ്യിൽ നിങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് മെയിനായിട്ട് മറന്നു പോകാതെ എടുത്ത് വെക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ
ഈ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആദ്യം പറയണ്ട കാര്യം മിക്കവരും ഇത് എടുക്കാൻ വിട്ടുപോകും. ന്യൂസ് പേപ്പർ, കുറച്ചധികം ന്യൂസ് പേപ്പർ നിങ്ങളെടുത്ത് കയ്യിൽ വെച്ചേക്കുക നല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പം നമ്മൾ പോയി നിൽക്കുന്ന ഹോസ്റ്റലിൽ നമ്മുടെ സാനിറ്ററി പാഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇത് വേണ്ടി വരും, നമുക്ക് ന്യൂസ് പേപ്പർ വേണ്ടി വരും. അപ്പം ആ ടൈമിൽ പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചിലപ്പം എവിടെയെങ്കിലും എടുത്ത് അടുക്കി വെക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ ഷെൽഫ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ഹോസ്റ്റലുകളിലും മിക്ക റൂമുകളിലും ഷെൽഫ് ഉണ്ടാവും. ഇപ്പോൾ ഷെൽഫ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഈ ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എന്താണോ എടുത്ത് നമുക്ക് കബോർഡിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്ത് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഡ്രസ്സാണോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആവശ്യം, നിങ്ങളുടെ കോളേജിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണോ ഉള്ളത് ആ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ടൈപ്പ് ജീൻസും ടോപ്പ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അത്, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ്, അണ്ടർ ഗാർമെൻറ്റ്സ് ഇതെല്ലാം എടുത്ത് വെക്കാം. പിന്നെ വന്നിട്ട് ഇതിൽ അല്ലാതെ ഈ ഡ്രസ്സിൻ്റെ ഇതിൽ തന്നെ ഞാൻ ആഡ് ആക്കിയിട്ട് പറയുന്ന സംഭവങ്ങളാണ് ഹാങ്കർ, റോപ്പ്, പിന്നെ വന്നിട്ട് പിന്നെന്തായിരുന്നു ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ക്ലിപ്പ് വന്നിട്ട് നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്തെടുത്തില്ലേ, അതായത് നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ അഴയിലിങ്ങനെ, അഴയെന്നാണോ അഴയെന്നാണോ പല സ്ഥലത്തും പലതാണ് പറയുന്നത്, ഇവിടെ അഴയെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് കേട്ടിട്ട് ഇനി വേറെ സ്ഥലങ്ങളിൽ അതല്ല പറയുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത്, ഇവിടെ പറഞ്ഞ് ശീലിച്ചത് അങ്ങനെയാണ്. സോ എനിക്കതേ അറിയുള്ളൂ. അപ്പം അഴ, അപ്പം ഈ അഴയിൽ റോപ്പ് വന്നിട്ട് കെട്ടാനാണ്, നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള റോപ്പ്. പിന്നെ ഹാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലം നമുക്ക്, അതായത് നമ്മുടെ ഡ്രസ്സ് ഇടാനായിട്ട് ഒത്തിരി സ്ഥലം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കാര്യം എല്ലാവരും ഹോസ്റ്റലൊക്കെ അല്ല, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഒത്തിരി സ്ഥലം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഹാങ്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഇടാം, കുറച്ച് സ്ഥലം കൂടുതൽ നമുക്ക് കിട്ടും അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഇടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാറ്റത്തോ മഴയത്തോ ഒക്കെ പെട്ടിട്ട് നമ്മുടെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയോ താഴെ വീഴുകയോ, ടെറസിലാണ് ഇടുന്നതെങ്കിൽ പറഞ്ഞ് താഴെ പോവുകയോ മിസ്സായി പോവുകയോ അങ്ങനെ ഒന്നും വരാതിരിക്കാനാണ് ഈ ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ വന്നിട്ട് അടുത്തൊരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസ്, അതൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ കയ്യിൽ കരുതുക. അതിൻ്റെ അകത്ത് നോർമലി നമ്മുടെ കയ്യോ കാലോ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് എന്തായാലും ഉണ്ടാവണം. പഞ്ഞി, കോട്ടൺ പഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പിന്നെ വന്നിട്ട് അതിലെടുത്ത് വെക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ പാരസെറ്റാമോളോ ഡോളോയോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ, ഒരു പനിയോ ജലദോഷം വന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള ടാബ്ലറ്റ്, പിന്നെ ലൂസ് മോഷൻ ഉണ്ടായാലുള്ള ടാബ്ലറ്റ്. പിന്നെ വന്നിട്ട് കാര്യം ലൂസ് മോഷനൊക്കെ ഉണ്ടാകാനുള്ള ഫുൾ സാഹചര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. കാര്യം ആദ്യമായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇല്ല ഹൈദരാബാദ്, ബാംഗ്ലൂർ അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവരാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തമിഴ്നാട്, ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട് അതന്നെ കർണാടക, ബാംഗ്ലൂർ, അപ്പോൾ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഹൈദരാബാദൊക്കെ പോകുന്ന ആൾക്കാർ, പിള്ളേർ എല്ലാവർക്കും അതിൽ ലൂസ് മോഷൻ എന്തായാലും ഉണ്ട്. കാര്യം അവിടെ ചെന്നിട്ട് നമ്മുടെ ആ ഒരു അവിടുത്തെ ഫുഡ് നമുക്കൊന്ന് പിടിച്ചു വരണം. അപ്പോൾ ആ പിടിച്ചു വരുന്ന ടൈമിലേക്ക് നമുക്ക് കുറച്ച് ചിലപ്പോൾ ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു വരും, സാധാരണമാണ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് കൈ കരുതുക. കാര്യം നമുക്ക് തപ്പി നടക്കണ്ടല്ലോ ആ സമയത്തേക്ക്, അതിന് വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ടൈഗർ ബാം, വിക്സ് അങ്ങനെയുള്ള ഐറ്റംസും നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കൈ കരുതുക. നമുക്ക് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ. പിന്നെ ബോഡി പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല, എങ്കിലും ബോഡി പെയിനൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർ, എപ്പോഴും ഇങ്ങനെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പെയിൻ റിലീഫിനുള്ളൊരു ഓയിൽമെൻറ്റ് കയ്യിൽ കരുതുക. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിസിൻ ഏതെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറക്കാണ്ട് എടുത്ത് സെറ്റാക്കി വെക്കുക. പിന്നെ നാട്ടിൽ തന്നെ വാങ്ങി വെക്കുക. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഏതെങ്കിലും മെഡിസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ മെഡിസിൻ സെയിം മെഡിസിനും അല്ലെങ്കിൽ അത് കിട്ടണമെന്നില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ സ്ലിപ്പേഴ്സ്, അങ്ങനെയുള്ള നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളിലേക്ക് പോകാം. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ്, എന്തായാലും ഒരു ഷൂ വേണം. അത് ഇപ്പം നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ടൊക്കെ ആയിട്ടുള്ളൊരു ഷൂ. പിന്നെ നമുക്ക് റൂമിനകത്തിടാനൊരു ചപ്പൽ വേണം. പിന്നെ നമുക്ക് റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, അതായത് പെട്ടെന്ന് ജസ്റ്റ് പുറത്തോട്ട് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഇടാനായിട്ടൊരു ചപ്പൽ, പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇടാനായിട്ട് ഒരെണ്ണം വേണം. പിന്നെ നമ്മൾ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് കോളേജിൽ പോകാനും അല്ലാതെയൊക്കെ പോകാനായിട്ടൊരു രണ്ടെണ്ണം മതിയാവും. പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങ് എടുത്തോ, ഇരിക്കട്ടെ.
ഇല്ല ഇല്ല എനിക്ക് 2 മതി എന്നുള്ളവരാണ്. അതായത് പുറത്തോട്ട് കോളേജിലും അല്ലാതെയൊക്കെ പോകാനായിട്ട് എനിക്ക് 2 മതി എന്നുള്ള ആൾക്കാരാണ്. ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 1 മതി എന്നുള്ളവരാണെങ്കിൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. വെറുതെ കൊണ്ടുപോയിട്ട് ഈ നമ്മുടെ ഹോസ്റ്റൽ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും കാണും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൂടിയിട്ട് ചെരുപ്പിങ്ങനെ ഇട്ടേക്കേണ്ട ആവശ്യമില്ല. അതവിടെ കിടന്ന് പൊടി പിടിക്കും. അതങ്ങനെ പിന്നെ ചിലപ്പോൾ പല പട്ടിയും കടിച്ചുകൊണ്ട് പോകും, ഏതെങ്കിലുമൊക്കെ പട്ടി വരുന്ന അവസരത്തിലാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഫുഡ് വെയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് എന്താണ് ഊഹിക്കാവോ? നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഉറക്കത്തിലേക്ക് പോകാനുള്ള സംഭവങ്ങളാണ്. ഉറക്കത്തിലേക്ക് പോകാനുള്ള സാധനങ്ങൾ എന്തായാലും നിങ്ങൾ പില്ലോ കവർ കയ്യിൽ കരുതുക. പിന്നെ ബെഡ്, പില്ലോ, ഈ 2 ഐറ്റംസ് വന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കാറിലൊക്കെ പോകുന്നവരൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വാങ്ങിയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അവിടെ ചെന്നിട്ട് വാങ്ങേണ്ട സെപ്പറേറ്റ് ഒരു ഇതിൻ്റെ കൂടെ ഫുൾ എല്ലാം എഴുതിയിട്ട് അവിടെ ചെന്നിട്ട് വാങ്ങേണ്ട സെപ്പറേറ്റ് ടിക്കറ്റോ എന്തെങ്കിലും ലിസ്റ്റ് എഴുതി വേറെ വെച്ചാലും മതി. ബെഡ്, പില്ലോ ഇത് വന്നിട്ട് അവിടെ ചെന്നിട്ട് വാങ്ങുന്നതായിരിക്കും ഇറ്റ്സ് ഗുഡ്, അതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഞാനൊക്കെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പം പില്ലോയും എന്തായിരുന്നു ഞാൻ പറഞ്ഞ ബെഡും. പിന്നെ മറക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകേണ്ടത് ബെഡ്ഷീറ്റ്, പില്ലോ കവറ്. ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും വന്നിട്ട് 2 വെച്ചിട്ട് എടുക്കുക. മീൻസ് ഇപ്പോൾ ഒന്ന് നമ്മൾ വാഷ് ചെയ്തിട്ടിട്ടതിന് ശേഷം വന്നിട്ട് അടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അടുത്തതപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ 2 എക്സ്ട്രാ ഒരു ജോഡി കൂടി കയ്യിൽ കരുതുക. ഒരു ജോഡിയുടെ കൂടെ എക്സ്ട്രാ ഒരു ജോഡി കൂടി കയ്യിൽ കരുതുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പുതയ്ക്കാനുള്ള പുതപ്പ്, അതും എക്സ്ട്രാ 1 കൂടി കയ്യിൽ കരുതുക. വന്നിട്ട് നിങ്ങൾ മെയിനായിട്ട് കയ്യിൽ കരുതേണ്ട സാധനമാണ് ഒന്നെങ്കിൽ മോസ്കിറ്റോ നെറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് നൈറ്റ്. ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് കൊതുക്. കൊതുക് വന്ന് മൂളിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ളൊരു പരിഹാരം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് പോകുക കേട്ടോ. പിന്നെ കൊതുക് കുത്തിയാലും, അതായത് കൊതുക് കുത്തി കൊന്നാലും അറിയത്തില്ല എന്ന് പറഞ്ഞ് ബോധം കെട്ട് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയുള്ളൂ. ഒന്നും അറിയണില്ല, കൊതുക് കുത്തിയാലും അറിയത്തില്ല, അത്ര സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലാതെ എന്നെപ്പോലുള്ളേക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ കൊതുക്. കൊതുക് കുത്തി എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. കൊതുകിൻ്റെ ആ ഒരു മൂളിച്ച കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്, എനിക്കിഷ്ടമല്ല. ഇതിൻ്റെ കൂടെ ഡ്രസ്സ് വാഷ് ചെയ്യണതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ അതായത് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുടെ സാധനത്തിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ വിട്ടുപോയൊരു സാധനമുണ്ട്, നമ്മുടെ കംഫർട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ഈ ഡ്രസ്സ് സ്റ്റിഫാൻഷി അങ്ങനെയുള്ള സാധനങ്ങൾ, അതുകൂടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൊണ്ടുപോകണം കേട്ടോ. സെക്ഷൻ വന്നിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളുള്ള സെക്ഷനിലോട്ട് പോവാം. അതിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കയ്യിൽ കരുതുക, ഒരു ഗ്ലാസും കരുതുക, അല്ലാതെ ഒരു നോർമൽ ഗ്ലാസും കരുതുക. പിന്നെ കപ്പായാലും നോർമൽ ഗ്ലാസ് ആയാലും ഏത് ഗ്ലാസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചില്ലിൻ്റെ മാക്സിമം കൊണ്ടുപോകാതിരിക്കുക. ഒന്നും തന്നെ ചില്ലിൻ്റെ കൊണ്ടുപോകാതിരിക്കുക. കാര്യം എന്തായാലും താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരാരെങ്കിലുമൊക്കെ പൊട്ടിക്കും. സോ അതുകൊണ്ട് തന്നെ ചില്ല് മാക്സിമം കൊണ്ടുപോകാതിരിക്കാനാണ് നല്ലത്. ഗ്ലാസ് ഐറ്റംസിലുള്ളത് കൊണ്ടുപോകാതിരിക്കാനുള്ളതാണ് ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് അകത്ത് തന്നെ സ്റ്റീലിലുള്ളത് തന്നെ കിട്ടുമല്ലോ, കപ്പൊക്കെ ഇപ്പം അങ്ങനത്തെ ഉണ്ട്. ഗ്ലാസിൻ്റെ തന്നെ നമ്മുടെ ഈ അസ്ഥി പോലത്തെ സംഭവങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അപ്പം അങ്ങനത്തെ വാങ്ങിയാൽ മതി. അപ്പം നമുക്ക് ചായ കുടിക്കാൻ കപ്പ്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ 1 2 എടുത്തു കേട്ടോ. കാരണം നമുക്ക് റൂമിൽ എപ്പോഴും പുറത്തുനിന്നായിരിക്കും നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നിറയ്ക്കേണ്ടി വരില്ല. നമുക്ക് റൂമിൽ തന്നെ എടുത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ 2 ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയും. പിന്നെ നൈറ്റൊക്കെ വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് എഴുന്നേറ്റ് വെള്ളം കുടിക്കും ചില സമയത്ത്. അപ്പം അങ്ങനെ ചില സമയത്തല്ല, മിക്കപ്പോഴും ഞാൻ നൈറ്റ് വെള്ളം കുടിക്കും. അപ്പം അങ്ങനെ കുടിക്കുന്ന ആൾക്കാരൊക്കെ, അങ്ങനെ ശീലമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 2 ബോട്ടിൽ എടുത്തിട്ട് പോവുക. പിന്നെ വന്നിട്ട് ഈ പിന്നെ വന്നിട്ട് ചുമ വന്ന ഇതാ അവസ്ഥ, ആ ഒരു ഫ്ലോ അങ്ങ് പോകും ഞാൻ. യെസ്, പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്, ഒരു പ്ലേറ്റോ 2 പ്ലേറ്റോ, 1 പ്ലേറ്റ് മതി. വേണമെങ്കിൽ നിങ്ങൾ 1 പ്ലേറ്റ് കൂടി എടുത്തോ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് 1 പ്ലേറ്റ് മതി കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനൊരു ആർഭാടത്തിന് അങ്ങ് പറഞ്ഞതാണ്. പിന്നെ ഞാൻ കുറേ പിന്നെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം ഇരിക്കട്ടെ, ഇപ്പോഴും ഒരു പിന്നെ പറയാനാണ് ഞാൻ വന്നത്, പക്ഷെ ഞാനത് മിഴുങ്ങി. നമ്മുടെ
സ്നാക്സ് ഒക്കെ എടുത്ത് ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബൗൾ പോലത്തെ എന്തെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പറ്റി പറയാൻ ഇത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക. അത്ര പറയാനുള്ള കാര്യം എനിക്ക് യൂസ്ഡാണ്. ഞാനിങ്ങനെ പിന്നെ പിന്നെ പറഞ്ഞു പോകാൻ അറിയാണ്ട് തന്നെ. ഓക്കെ, അപ്പം അടുത്തത് വന്നിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു ചെറിയ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യാനായിട്ട് അലൗഡ് ആയിട്ടുള്ള ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോകാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ റൂമിൽ കുറച്ച് പേര് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷെയർ ഇട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ പിടിക്കാനായിട്ടൊരു പാത്രം. ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കെറ്റിലുണ്ടല്ലോ, ഒരു കെറ്റിൽ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. അതാകുമ്പോൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും ചായപാത്രമൊന്നും വേറെ സെപ്പറേറ്റ് കൊണ്ടുപോകണ്ട. കെറ്റിൽ അത്യാവശ്യം നമുക്ക് മാഗി അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് വരെ 1-2 പേർക്കുള്ള ഒരാൾക്കുള്ള റൈസ് വരെ നമുക്കതിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കെറ്റിൽ കൊണ്ടുപോവുക. ഓക്കെ, പിന്നെന്താണ് സ്പൂണ്. മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ സ്പൂൺ വേണം. അപ്പോൾ സ്പൂൺ എടുക്കുക. പിന്നെ അത്യാവശ്യം തേയില, പഞ്ചസാര, ഉപ്പ്, ഈ ഒരു 3 ഐറ്റംസും എടുത്ത് നമ്മൾ ഒരു കുഞ്ഞു ടിന്നിലാക്കി എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ മറക്കാതെ എടുക്കേണ്ട ഒരു സാധനമാണ് നൈഫ്. കത്തി. പിന്നെ ഒരു സാധനം കൂടി ഞാൻ ഓർത്ത് വെച്ചായിരുന്നു. എന്തുവായിരുന്നത്? ടിന്ന്. അതായത് നമുക്ക് ഈ നമ്മുടെ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചില്ല അങ്ങനെ തണുത്ത് പോകും. അപ്പോൾ ആ സ്നാക്സ് ഒക്കെ ഇട്ട് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സ്, ഒരു കണ്ടെയ്നർ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് ഐറ്റംസിലേക്ക് പോകാം. ഇലക്ട്രിക് ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക്, ലാപ്ടോപ്പ് അങ്ങനെ. ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. ഫോൺ, പിന്നെ ഫോൺ കേസ്, 1-2 കേസുകളൊക്കെ മാറി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോൺ കേസ്, പിന്നെ നമ്മുടെ ഫോൺ ചാർജർ, ലാപ്ടോപ്പ് ചാർജർ, അതുപോലെ ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സാധനം ഈ അഡാപ്റ്റർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതിനെന്താ പറയുന്നത്? അഡാപ്റ്ററല്ലോ, എനിക്ക് തെറ്റിപ്പോയതാ. അഡാപ്റ്റർ നമ്മളിങ്ങനെ എന്താ പറയുമല്ലോ അതിന്, 3-pin പ്ലഗ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ്, അതായത് ഈ 3-pin പ്ലഗിലുള്ള സംഭവം, അത് 3-pin പ്ലഗ്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ബോർഡ്. ഇതിപ്പോൾ ഒത്തിരി ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നമുക്ക് പ്ലഗ് ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഹെഡ്സെറ്റ്, ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ മറക്കാൻ പോവാറില്ല, എല്ലാവരും എന്തായാലും ഓർക്കും. അപ്പം നെക്സ്റ്റ് ഹെഡ്സെറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ, ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ എടുത്തിട്ട് പോവുക. അതൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റും എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല, ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞാൻ പറയാം, അത് മാത്രം നിങ്ങൾ എടുത്തിട്ട് പോവുക. ഒന്നും അല്ലാത്ത ആൾക്കാർ കോമ്പ്, നമുക്കൊരു മിറർ, ഇല്ല മിറർ അവിടെ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിയാൽ മതി കേട്ടോ. ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ കോമ്പ്, മിറർ, പിന്നെന്താണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പൗഡർ, യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൗഡർ, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ, പിന്നെന്താ സൺക്രീം, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ കൊണ്ടുപോവുക. ഫാഷൻ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാലറ്റ് എടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് മാത്രം, അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ട ക്യാഷ് മാത്രമേ കയ്യിൽ വെക്കാവുള്ളൂ. ATM കാർഡും, അതുപോലെ തന്നെ ATM കാർഡ് ഇപ്പോൾ GPay ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും GPay കാര്യങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ വന്നിട്ട് ATM കാർഡ് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. ATM-ൽ പോയിട്ട് അത്യാവശ്യം വരുമ്പോൾ ATM-ൽ പോയിട്ട് പൈസ എടുത്തിട്ട് യൂസ് ചെയ്യുക. അധികം എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ വെക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അനുഭവം പണി കിട്ടിയിട്ടുള്ളത് കൊണ്ടും എനിക്കും എൻ്റെ റൂമിൽ നിന്നവർക്കും എല്ലാവർക്കും ഒത്തിരി പണി കിട്ടിയിട്ടുണ്ട്. പൈസയുടെ കാര്യങ്ങളിലൊക്കെ പൈസ പോവുക എടുക്കുകയൊക്കെ ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയുക, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി കഴിഞ്ഞാലും നമ്മുടെ ക്യാഷ് പോയി കഴിഞ്ഞാലും ആ റൂമിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് ചിലപ്പം ഒന്നിച്ചൊരു കൂട്ടത്തിൽ ചെന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അറിയാതെ പല സ്ഥലത്തു നിന്ന് വന്നിട്ട് പല ആൾക്കാർ നമ്മൾ ജോയിൻ ചെയ്തിട്ടൊരു കൂട്ട് സെറ്റ് ചെയ്ത്, ഒരു ഫ്രണ്ട്ഷിപ്പ് സെറ്റ് ചെയ്ത് നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാം. ഇപ്പോൾ പോരാത്തന്നെ തമിഴ്നാടൊക്കെ ആണെങ്കിൽ മിക്സ് ചെയ്തിടുമാർ, തമിഴ്സിനെ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് നല്ല തമിഴ്സ് പിള്ളേരും ഫ്രണ്ട്സായിട്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ല, അത്യാവശ്യം ഫ്രോഡ് പരിപാടി, ഉടായ്പ പരിപാടിയും കാണിക്കുന്നവരുണ്ട്. മലയാളീസിലും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല, നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക, സേഫായിട്ട് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗോൾഡ്
ഗോൾഡ് എക്സ്ട്രാ ഒന്നും കയ്യിൽ എടുത്തിട്ട് പോകരുത്. മാക്സിമം ഗോൾഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മാല, ചെയിൻ, കമ്മൽ അതൊക്കെ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ സൂക്ഷിക്കുക. അതല്ലാതെ നമ്മൾ കയ്യിൽ എക്സ്ട്രാ കമ്മൽ, എക്സ്ട്രാ മാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക. ദയവ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം സേഫായിട്ട് വെച്ച് സൂക്ഷിക്കുക. കാര്യം ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും എടുത്തിട്ട് പോയി, പക്ഷേ ആ റൂമിൽ നിങ്ങൾക്കൊപ്പം ചിലപ്പോൾ ഒരു 5-6 പേര് അല്ലെങ്കിൽ ഒരു 4 പേരുള്ള ഒരു റൂമിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ എടുത്തിട്ട് പോയി. ചിലപ്പോൾ ആ റൂമിലുള്ള ആളായിരിക്കില്ല, വേറൊരാളായിരിക്കും. നമ്മുടെ റൂമിൽ ആരെങ്കിലും ഫ്രണ്ട്സ് വന്നതാം, ആരെങ്കിലും എടുത്തതാവും, നമുക്കറിയില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് പോയാലും അത് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഒക്കെ ആ റൂമിൽ മെയിനായിട്ട് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, ആരും നമുക്ക് എടുത്തെന്നറിയാം. അപ്പം ആരെ എടുത്തതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നിട്ട് ആ റൂമിൽ നിൽക്കുന്ന എല്ലാവരെയും എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇത് തോന്നും എല്ലാവർക്കും. അപ്പം അങ്ങനെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. മെഴുകുതിരി എന്തിനാണെന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. മെഴുകുതിരി ഒരു ലൈറ്ററോ ലാമ്പോ മീൻസ് തീപ്പെട്ടിയോ നമ്മുടെ എന്താ പറയുക മാച്ച് ബോക്സ്, അപ്പം അങ്ങനെയുള്ള ഐറ്റംസോ അതെടുത്തിട്ട് പോവുക മറക്കരുത്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് നമ്മുടെ ഐറ്റംസ്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമ്മുടെ വാലറ്റ്, ATM കാർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, അതായത് നമുക്ക് എന്താ വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്തായാലും നമുക്കൊരു ഷെൽഫോ കാര്യങ്ങൾ കിട്ടുമായിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ബാഗ് ആണെങ്കിൽ പോലും ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് അത്യാവശ്യം ഒരു സേഫായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്, അതും അത്ര വലിയ സേഫ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാൽ പോലും നമുക്ക് സേഫായിട്ട് കബോർഡിലൊക്കെയാണ് സേഫാണ്. സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോക്ക് വാങ്ങിക്കുക. ആ ലോക്ക് കീ വന്നിട്ട് എൻ്റെ എക്സ്ട്രാ കീ ആണെങ്കിലും മീൻസ് അഡീഷണൽ കീ അങ്ങനെയുള്ള സൈഡ് എന്താണെങ്കിലും നമ്മൾ സേഫായിട്ട് നമ്മുടെ കയ്യിൽ വെക്കാം കേട്ടോ. അത് ആർക്കും എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് വേറെ പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. പിന്നെ ഈ സ്റ്റിക്കി ഹുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് കയ്യിലുള്ള നല്ലതാണ്. ഇപ്പോൾ പിന്നെ ഫോണിൽ എല്ലാവർക്കും ടോർച്ച് ഉള്ളതുകൊണ്ട് ടോർച്ചിൻ്റെ ആവശ്യം അങ്ങനെ അധികം വരത്തില്ല. ഇനിയിപ്പോൾ ടോർച്ച് പറഞ്ഞാൽ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ടോർച്ച് കയ്യിൽ എടുക്കുന്നതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനി എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. അപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും എന്നെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.